ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോത്തിറച്ചി കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് പൊടിക്കാത്ത മസാലകളാണ് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവൻ, 4 ഏലക്ക, കുറച്ച് കറുവാപ്പട്ട, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/4 ടേബിൾ സ്പൂൺ കടുക്, കുറച്ച് മുരിങ്ങയുടെ തൊലി. ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുരിങ്ങത്തൊലിയുടെ പുറത്തെ ഭാഗവും അകത്തെ തടിയുടെ ഭാഗവും മാറ്റിക്കളയണം. ഇവിടെ മുരിങ്ങത്തൊലിയുടെ നല്ല ഭാഗം മാത്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. വിന്താലു ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് മുരിങ്ങത്തൊലി. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകളൊന്ന് ചൂടാക്കിയെടുക്കാം. കുരുമുളക്, കറുവാപ്പട്ട, പെരിഞ്ജീരകം, ഏലക്ക, ഗ്രാമ്പു, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലകളൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലോണം ഒന്ന് ചൂടായിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്ക് ഈ പാൻ അടുപ്പത്ത് നിന്ന് മാറ്റാം. ഇവിടെ ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നു. ഇതിനി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അടുത്തതായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങത്തൊലി ചേർത്ത് കൊടുക്കാം. മുരിങ്ങത്തൊലി വിന്താലുവിൻ്റെ പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. 1 വെളുത്തുള്ളി മുഴുവനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഇടത്തരം പീസ് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് അരച്ചെടുത്തു. ഓരോന്നും സെറ്റായിട്ട് വേണം അരച്ചെടുക്കാൻ, എങ്കിൽ മാത്രമേ ഇത് ശരിക്കും അരഞ്ഞു കിട്ടുള്ളൂ. അടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണും എരിവ് കുറഞ്ഞ കാശ്മീരി ചില്ലി 3 ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ചും കൂടെ കൂടുതൽ വേണമെന്ന് തോന്നുന്നവർക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനാഗിരിയാണ്. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണയായിട്ട് വിന്താലുവിൻ്റെ കൂട്ട് വിനാഗിരിയിലാണ് അരച്ചെടുക്കുന്നത്. അധികം പുളി താല്പര്യമില്ലാത്തവർക്ക് വിനാഗിരിയുടെ അളവ് കുറച്ച് പകരം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. വിന്താലു മീൻകറിയൊക്കെ പോലെ പിറ്റേ ദിവസം കഴിക്കുന്നതിനാണ് ടേസ്റ്റ്. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഈ പുളിയൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരും. അടുത്തതായിട്ട് ഇവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ഗ്രേവി വേണമെന്ന് തോന്നുന്നവർക്ക് 1 സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. സവോള പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് ഇതിൻ്റെ കളറൊന്ന് മാറി വരണം. ഇവിടെ ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന മസാലയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ മസാലയുടെ പച്ചരുചി മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ സമയത്ത് കുറച്ച് വെള്ളം ആവശ്യമാണെന്ന് തോന്നിയാൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇവിടെ ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇവിടെ പോത്തിറച്ചി വിന്താലുമാണ് ഉണ്ടാക്കുന്നത്. പോത്തിറച്ചി കുറച്ച് വലുതായിട്ട് വേണം മുറിച്ചെടുക്കാൻ. ഞാനിവിടെ കുറച്ച് ചെറുതായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇറച്ചി മസാലയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇറച്ചി മസാലയിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില കുക്കറിൽ വേകണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അതിനനുസരിച്ച് ഓരോരുത്തരും ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഉണ്ടാക്കിയതിന് ശേഷം പിറ്റേ ദിവസം കഴിക്കുന്നതിനാണ് ടേസ്റ്റ്. അന്ന് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ വിനാഗിരിയുടെ അളവ് കുറയ്ക്കണം. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.